രാഹുലിനെ കൊല ചെയ്യുന്നവർ ഇത് കാണുക. USA നിന്നും ഡോക്ടർ തോമസ് സംസാരിക്കുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, പ്രതികരിക്കാനൊരിടം. രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അറസ്റ്റിൻ്റെ ആ വാർത്ത അത് വളരെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഇവിടെയുള്ളവരുടെയൊക്കെ കുറച്ച് റെസ്പോൺസ് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. നമ്മുടെ നാട്ടിലെ വാർത്താ ചാനലുകൾ വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെതിരെയുള്ള കംപ്ലൈൻറ്റ്, ഇപ്പം ആർക്കെതിരെയുള്ളതാണെങ്കിൽ എ കംപ്ലൈൻറ്റ് ഈസ് നോട്ട് എ കൺവിക്ഷൻ. ഒരു പരാതി വരുന്നു എന്ന് കരുതി അത് വിധിയല്ല. കോർട്ടാണത് പരിശോധിച്ച് അതിൻ്റെ ശരി തെറ്റേതെന്ന് പറയേണ്ടത്. ഇപ്പം പരാതി ശരിയെന്നോ തെറ്റെന്നോ പറയാൻ ഞാനിവിടെ ആളല്ല. പക്ഷേ അതൊരു പരാതി മാത്രമാണ് എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ എൻ്റെ ഈ വോയിസ് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ ബാക്കിയുള്ള കോടതികളാണെങ്കിലും പോലീസാണെങ്കിലും അവരത് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം രണ്ടുപേരുടെ പരസ്പര സമ്മതത്തോടുകൂടെ, രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടെ ഒരു റിലേഷൻഷിപ്പ് അത് മുമ്പോട്ട് പോയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കല്യാണം കഴിക്കാം, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പക്ഷേ രണ്ടുപേരുടെയും സമ്മതത്തോട് മുമ്പോട്ട് പോയിട്ട് അത് അവസാനിപ്പിച്ചതിന് ശേഷം അത് റേപ്പ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയത്തില്ലെന്ന് ഞാനല്ല, ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന അവർ അറസ്റ്റ് ചെയ്യുമ്പം തന്നെ ക്യാമറ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ വീഡിയോയിൽ അത് പകർത്തുന്നു. റിപ്പോർട്ട് ചാനലിൽ അത് ആദ്യം വരുന്നു. റിപ്പോർട്ട് ചാനലിൽ പിന്നെ മുമ്പ് വന്ന ഒരു ചിത്രം നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥന്മാരായിരിക്കുന്ന 2-3 പേരെ, അഗസ്റ്റിൻ സഹോദരന്മാരെ എല്ലാം കൂടെ ഒരു പോലീസ് വാഹനത്തിനകത്ത് കയറി അവർ 3 പേരും കൂടെ ഇങ്ങനെ നിന്ന് ഞങ്ങളെ റിമാൻഡ് ചെയ്തെന്നൊക്കെ പറയുന്ന ആ ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അവിടെ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ അവിടെ തന്നെയുള്ള ഒരു സ്റ്റാഫ് എവിടെയാണ് പിടിച്ചതെന്ന് ഞാനിപ്പോൾ ഈ വോയിസിൽ കൂടെ പറയുന്നില്ല. അതങ്ങനെ ചെയ്തു എന്ന് പരാതി പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചാനൽ ഒന്നും മിണ്ടുന്നില്ല. അത് മാത്രമല്ല, അരുൺകുമാറിനെതിരെയും കേസുകളുണ്ടെന്നാണ്, പോക്സോ കേസോ മറ്റോ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ അവർ പറയുന്നത്, അതിൻ്റെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ 3 കാര്യങ്ങളും ഇപ്പം നമ്മുടെ ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കുന്നു. ഇടതുപക്ഷവും DYFIയും എല്ലാം എതിരായിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് മാത്രമല്ല, പുറത്താക്കിയതിന് ശേഷവും മുരളീധരനുമൊക്കെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കോൺഗ്രസ്സിന് വേണ്ടി മീഡിയയിൽ വന്ന് ശക്തമായിട്ട് വാദിച്ചുകൊണ്ട് നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി സമരങ്ങൾ നടത്തിയ, കോൺഗ്രസ്സിന് വേണ്ടി അദ്ദേഹം ശക്തമായി നിന്നതുകൊണ്ടാണ്, ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ പീഡനം അനുഭവിക്കുന്നതെന്നുള്ളത് കോൺഗ്രസ്സുകാർ ഓർക്കേണ്ടതാണ്. അപ്പോൾ രാഹുലിനെതിരെ ഗവൺമെൻറ് എതിരെ, ഇടതുപക്ഷം എതിരെ, കോൺഗ്രസിൻ്റെ സപ്പോർട്ടില്ല, കോൺഗ്രസിൻ്റെ ലീഡേഴ്സും കൂടെ വന്ന് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു. കോൺഗ്രസ്സുകാർ ഓർക്കേണ്ട ഒരു കാര്യം, അവരിപ്പോൾ എതിർക്കേണ്ടത് രാഹുലിനെ അല്ല, അവരെതിർക്കേണ്ടത് ഗവൺമെൻറ്റിനെയും ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എതിർക്കേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടി സാറിനെതിരെ സോളാർ കേസിലെ ആ പ്രതിയായ സ്ത്രീ ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചപ്പോഴും ഇടതുപക്ഷം എത്ര ശക്തമായിട്ടുള്ള സമരം നടത്തിയിട്ടാണ് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയത്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. പക്ഷേ അതുപോലെ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്താൻ, പ്രത്യേകിച്ച് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഒരൊറ്റ കാലയളവിൽ ശക്തമായി ഗവൺമെൻറ്റിനെതിരെ ഒരു സമരം നടത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാനല്ല, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. എല്ലാവരും രാഹുലിനെ കൈവിട്ടു. അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന i2i ന്യൂസിന് എൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം. i2i ന്യൂസ് പറഞ്ഞതിൻ്റെ കൂട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കോടതി വിധിക്കട്ടെ. എൻ്റെ നിലപാട് അതാണ്. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഞാനിവിടെ ആളല്ല. ഞാൻ സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ നാവായിരുന്നു അദ്ദേഹം. ഷാഫിയെ പോലെ അല്ലെങ്കിൽ
ചാണ്ടി ഉമ്മനെ പോലെ, VT ബൽറാമിനെ പോലെ, മുസ്ലിം ലീഗിലെ ഫിറോസിനെ പോലെ അവരെല്ലാം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു അവർ. അപ്പോൾ അവരെ, ഈ ചെറുപ്പക്കാരായിട്ടുള്ള അവരെ ഒതുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഒരു ടാക്റ്റിക്ക് തന്നെയാണ്. ഇപ്പം രാഹുലിനെതിരെ ഇപ്പം വന്ന് ടി വിയിൽ സംസാരിക്കുന്ന ചിലരെ കാണുമ്പോൾ നമുക്ക് കഷ്ടമാണ് തോന്നുന്നത്. കാരണം ഈ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് മീഡിയയിൽ വന്ന് സംസാരിക്കാൻ കോൺഗ്രസ് ഈ VD സതീശനൊക്കെ പറഞ്ഞു വിടുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ രാഹുലൊക്കെ ഉള്ള സമയത്ത് TV ചർച്ചകളിൽ ആര് വന്ന് ഏത് ആർഗ്യുമെൻ്റ് പറഞ്ഞാലും വളരെ ശക്തമായിട്ട് മറുപടി പറയുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടും കൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. അത് കോൺഗ്രസ്സുകാർ മറന്നു പോകരുത്. ഇപ്പോൾ അനൂപ് എന്നൊക്കെ പറഞ്ഞ ഈ VD സതീശനൊക്കെ പറഞ്ഞു വിടുന്ന ആ ആൾ അഡ്വക്കേറ്റ്, അദ്ദേഹം അവിടെ വന്നിരുന്ന് എന്താ പറയുന്നതെന്ന് പുള്ളിക്കും അറിയത്തില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയല്ല. കോൺഗ്രസ്സിന് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അങ്ങനെയുള്ള ആളുകളെ അവർ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് തന്നെ നമുക്കറിയാമല്ലോ, കാസർഗോഡ് കൃപേഷ് ശരത് ലാൽ, അവർ 2 പേരെ എത്ര ദാരുണമായിട്ടാണ് അവരെ വധിച്ചത്. കാരണം ആ കാസർഗോഡ് കോൺഗ്രസ്സിന് ശക്തമായിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന നല്ല കഴിവുള്ള 2 ചെറുപ്പക്കാരാണെന്ന് മനസ്സിലാക്കി അവരെ ദാരുണമായിട്ട് കൊലപ്പെടുത്തി, അല്ലേ? ഇത് വേറൊരു രീതിയിലുള്ള ഒരു ജീവനോടെ ഉള്ളൊരു കൊലപാതകം തന്നെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരെതിരെ. ഇപ്പം ഞാൻ ബൈബിളിൽ യേശു പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവന ഞാൻ ഓർക്കുകയായിരുന്നു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. എനിക്കതാ പറയാനുള്ളത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയായാലും മുരളീധരനായാലും രാജ് മോഹൻ ഉണ്ണിത്താനായാലും ഇടതുപക്ഷത്തിലെ തന്നെ പല മന്ത്രിമാരും MLA-മാരും ഇവരെല്ലാം ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇപ്പോൾ ഈ അറസ്റ്റിനെ കുറിച്ച് സുനിൽ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു സംശയം, കാരണം ഈ അറസ്റ്റിൻ്റെ ആവശ്യം എന്തായിരുന്നു? കാരണം ഇത് കോടതിക്കെതിരെ ഉള്ളൊരു വെല്ലുവിളിയല്ലേ. കാരണം ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ജാമ്യാപേക്ഷ പെൻഡിങ്ങിലാണ്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സമാനമായ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതേ ആളിനെ അതുപോലെ തന്നെ സമാനമായ മറ്റൊരു കേസ് അത് ഓൺലൈനിൽ കൂടെ വന്നതാണ്. ഓൺലൈനിൽ കൂടെ ഒരു പരാതി വരുന്ന സമയത്ത് ഉടനെ പോയി അങ്ങ് അറസ്റ്റ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? അതും സ്ത്രീ വിദേശത്തുള്ള അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ എമിറേറ്റ്സിൽ സഞ്ചരിച്ചതായിട്ടുള്ള ഒരു പാസഞ്ചറിന് ഒരു തിക്താനുഭവം ഉണ്ടായപ്പോൾ, കറക്റ്റായിട്ടുള്ളൊരു തിക്താനുഭവം ആ ഫ്ലൈറ്റിൽ നിന്നുണ്ടായപ്പോൾ അത് നാട്ടിൽ അറിയിച്ച സമയത്ത് അന്ന് അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ പറഞ്ഞത് ഇവിടുന്ന് നാട്ടിൽ ചെന്നിട്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, എന്നാലേ ആ പ്രൊസീഡിങ്സ് മുമ്പോട്ട് നീട്ടാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അന്ന് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പരാതി ഉണ്ടായ സമയത്ത് ഇദ്ദേഹത്തിന് നോട്ടീസ് സെർവ് ചെയ്യേണ്ടതല്ലേ സ്വാഭാവികമായിട്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ജാമ്യം സെഷൻ കോടതി 2ാമത്തെ പരാതിയിൽ ജാമ്യം കൊടുത്തിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥയുടെ മുമ്പിൽ ഹാജരാകണം എന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവരെ അറിയിച്ചു എപ്പോഴാണ് ഞാൻ വരേണ്ടത്. ഐ ആം അവൈലബിൾ. അദ്ദേഹം അവൈലബിളാണ്, അബ്സ്കോണ്ടിങ് അല്ല. അദ്ദേഹം ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം പാലക്കാടുണ്ട്, മീഡിയയുടെ മുമ്പിൽ വരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങ് ഒളിച്ചു പോയിട്ടില്ല. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥയെ ഞാൻ എങ്ങോട്ടാണ് വരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അത് അറിയിക്കാം എന്നവർ പറയുന്നു. രസകരമായിട്ട് തോന്നുന്നു. ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരാൾ തുടങ്ങുന്നിരിക്കട്ടെ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരു നദിയുടെ തീരത്തോ എല്ലാം പോയി എല്ലാം റെഡിയായി ആത്മഹത്യ അല്ലെ ചാടാൻ വേണ്ടി തുടങ്ങുക. അങ്ങനെ നിൽക്കുന്ന ഒരാളെ പോയി വെടിവെച്ചിട്ടെന്ത് കാര്യം എന്ന് പറയുന്ന പോലെയാണ്. ഇദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ചെല്ലാം എന്ന് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞിട്ട് അത് അറിയിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ ഇദ്ദേഹത്തോട് പറയുന്നു. അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം ഞാനീ പറയുന്നത് കേട്ടോ, അഡ്വക്കേറ്റ് പറഞ്ഞത് കേട്ടതാണ്. അതേ ആളിനെ വേറൊരു പരാതി പെട്ടെന്ന് വരുന്നു. ആ പരാതിയുടെ പേരിൽ രാത്രി പോയി അറസ്റ്റ് ചെയ്യുമ്പോഴും അതെല്ലാം കൂടെ ക്യാമറയെ പകർത്തുന്നു, അത് മീഡിയയ്ക്ക് കൊടുക്കുന്നു. അത് പെട്ടെന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെ അതിനെ ആദ്യം ഫസ്റ്റ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് പുറത്തു വിടുന്നു. ഇത് സത്യത്തിൽ
ഒരു ചെറുപ്പക്കാരനോട് ചെയ്യുന്നൊരു ക്രൂരതയല്ലേ? അത് പോലീസും ഗവൺമെൻറ്റും പാർട്ടിയും സ്വന്തം പാർട്ടിയും എല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അപ്പോൾ എൻ്റേതായ ഒരു സെൻട്രൽ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉള്ളത് കംപ്ലൈൻ്റ് ആണ്, കൺവിക്ഷൻ അല്ല. അതായത് പരാതി മാത്രമാണ്, വിധിയല്ല, കോടതിയുടെ വിധിയല്ല. അദ്ദേഹത്തിനെതിരെയുള്ള പരാതി അത് കോടതി പരിശോധിക്കട്ടെ, കുറ്റക്കാരനെന്ന് വിധിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ സ്റ്റാൻഡ് എടുക്കാം. അത് മാത്രമല്ല, അദ്ദേഹം ഒരു അവിവാഹിതനാണല്ലോ. അദ്ദേഹം ഒരു സന്യാസിയോ അല്ലെങ്കിൽ പള്ളിയിലെ ഒരു പുരോഹിതനോ ഒന്നും അല്ലല്ലോ. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഒരാളോട് സംസാരിച്ചുകൂടാന്നോ, അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചുകൂടാന്നോ, റിലേഷൻഷിപ്പ് പാടില്ലെന്നോ, അല്ലെങ്കിൽ അതിനകത്ത് രണ്ടുപേരുടേതായ സമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങൾ പാടില്ലെന്നോ നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ പറയുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഒരു പബ്ലിക്, ഒരു MLA-യുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മോറൽ കൺവിക്ഷനാണ്, ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തോടുള്ള. ആ ഉത്തരവാദിത്വം പാലിക്കുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. അല്ലാതെ നിയമത്തിൻ്റെതായ ദൃഷ്ടിയിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി പറയുന്നത് വരെ നമ്മൾ ഈ മീഡിയ എല്ലാം കൂടെ അദ്ദേഹത്തെ ഇങ്ങനെയിട്ട് ഒരു കുറ്റം വിധിക്കപ്പെട്ട ആളെന്നുള്ള നിലയിൽ ക്രൂശിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഈ മീഡിയ ഇതൊന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നു, ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ചാൽ അദ്ദേഹം ചെല്ലാമെന്ന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ ഒരാളിനെ വീണ്ടും പോയി അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പൂങ്കഴലി എന്ന് പറഞ്ഞ ഓഫീസറുടെ ഭാഗത്ത് പറ്റിയതായ ഒരു വീഴ്ചയാണെന്നുള്ളത് താമസിക്കാതെ കേരളം മനസ്സിലാക്കും. അത് കോടതി വിധികൾ വരുമ്പോൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്കും സർക്കാരിനും അത് തിരിച്ചടിയായിട്ട് തന്നെ വരും. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ ആ പരാതി വരുന്ന സമയത്ത് മീഡിയ അദ്ദേഹത്തെ ക്രൂശിച്ചു. എന്തിനു പറയുന്നു? സ്വന്തം പാർട്ടിയിലുള്ള VD സതീശനും രമേശ് ചെന്നിത്തലയും വരെ പുറകിൽ നിന്ന് കുത്തി. അന്ന് ആ പാവം പിടിച്ച മനുഷ്യൻ അനുഭവിച്ചതായ വേദന, അന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇദ്ദേഹത്തെ ഈ പാർട്ടിക്ക് വേണ്ടി, കോൺഗ്രസ്സിന് വേണ്ടി കഷ്ടം സഹിച്ച ഈ ചെറുപ്പക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനുമില്ല. ഐ ന്യൂസ് അല്ലാതെ ആരുമില്ല. പക്ഷേ പബ്ലിക്കിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. അത് ഓരോ വീഡിയോയ്ക്ക് താഴെയും വരുന്ന കമൻറ്റുകൾ അത് വായിച്ചു നോക്കിയാൽ മാത്രം മതി. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സിലൊക്കെ ഉള്ള സ്ത്രീകൾ തന്നെ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു. അവരെന്തിനാണ് ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നത്? എന്തിനാണ് മുരളീധരൻ ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നത്? ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ LDFന് ഇത്രയും പരാജയം ഉണ്ടാകാനുള്ള അന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു പ്രധാന കാരണം വേടനെയും അവരുടെ തന്നെ കുഞ്ഞുമുഹമ്മദിനെയും മറ്റ് MLA-മാരെയും മന്ത്രിമാരെയും സപ്പോർട്ട് ചെയ്തിട്ട്, സമാനമായ കേസുകൾ സപ്പോർട്ട് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടിയതാണ് ജനം പിണറായിക്കെതിരെ തിരിയാനുള്ള ഒരു കാരണം. ഇത് കോൺഗ്രസ് ലീഡേഴ്സും യൂത്ത് കോൺഗ്രസ്സിലുള്ള സഹോദരിമാരും ഒക്കെ മനസ്സിലാക്കണം. കാരണം നിങ്ങൾ എത്രമാത്രം രാഹുലിനെ അറ്റാക്ക് ചെയ്യുന്നു, അത്രമാത്രവും സമൂഹം അദ്ദേഹത്തെ, ഞാനീ പറഞ്ഞ നിലപാടല്ല, അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ കോടതി വിധിക്കട്ടെ, അതുവരെ ആ പാവം പിടിച്ച ചെറുപ്പക്കാരന് പിന്തുണ കൊടുക്കണമെന്നുള്ള ഒരു നിലപാടുള്ള വലിയൊരു സമൂഹം ഇൻ്റർനാഷണലിയും കേരളത്തിലും പ്രത്യേകിച്ച് അമ്മമാരുടെ, സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ട്. അവരുടെ എതിർപ്പ് കോൺഗ്രസിനെതിരെ തിരിയാതിരിക്കാൻ സൂക്ഷിക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ സാറേ, ഒരു പരാതി വരുന്ന സമയത്ത് അങ്ങ് അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ എന്തുകൊണ്ട് കൊല്ലത്തുള്ള മുകേഷ് എന്ന് പറയുന്ന MLA അറസ്റ്റ് ചെയ്തില്ല? അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയല്ലേ ചെയ്തത്. അത് രണ്ടുപേര് തമ്മിലുള്ളതായ ഉഭയസമ്മതത്തോടു കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അതൊരു ബലാത്സംഗ പരാതിയായിരുന്നു, ശക്തമായിട്ടുള്ള പരാതിയായിരുന്നു. അതുമാത്രമല്ല, ഹേമ കമ്മീഷനിൽ എത്രയോ സ്ത്രീകൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ആ ഹേമ കമ്മീഷൻ്റെ മുമ്പാകെ. അതും എല്ലാം ബലാത്സംഗ പരാതിയായിരുന്നു. ആ ഗവൺമെൻറ് അത് 1 വർഷത്തിലധികം അത് പൂഴ്ത്തി വെച്ചില്ലേ ഈ പിണറായി സർക്കാർ? അവരതിൻ്റെ റിപ്പോർട്ട് പോലും പൂർണ്ണമായിട്ട് പുറത്തു വിട്ടില്ലല്ലോ. എത്രയോ ബലാത്സംഗ പരാതികൾ അതിനകത്തുണ്ടായിരുന്നു. അതിനെതിരെ വല്ലതും കേസെടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാർ ഇരട്ടത്താപ്പുള്ളൊരു സർക്കാരാണോ? ഒരു ഫെയറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ എല്ലാ കാര്യത്തിലും ഒരേ സമീപനമല്ല അവരെടുക്കേണ്ടത്.
ഇവരൊരു മൂന്നാം ഭരണത്തിലേക്ക് ചില മാസങ്ങൾക്ക് ശേഷം കാലുകുത്താൻ ആഗ്രഹിക്കുമ്പോഴേ അവരൊരു കമ്മ്യൂണിറ്റിയോടൊരു കടപ്പാടില്ലേ, ഒരു സമൂഹത്തോടൊരു കടപ്പാടില്ലേ, അവർക്ക് തന്നെ കുടുംബങ്ങളുള്ളതല്ലേ, അവർ എല്ലാ കാര്യത്തിലും ഒരേ സ്റ്റാൻഡല്ലേ എടുക്കേണ്ടത്. ഹേമ കമ്മീഷൻ്റെതായ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുക, അതിലുള്ള ബലാത്സംഗ പരാതിക്കെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അവരുടെ തന്നെ പാർട്ടിയിലുള്ള കുഞ്ഞുമുഹമ്മദിൻ്റെ പരാതി നേരിട്ട് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ കിട്ടിയിട്ടും അത് 2 ആഴ്ചത്തോളം പൂത്തിവെക്കുക, അതിനെതിരെ ഒരു നടപടി. അദ്ദേഹത്തെ എന്താ അറസ്റ്റ് ചെയ്യാഞ്ഞ്? മുകേഷിനെ എന്താ അറസ്റ്റ് ചെയ്യാഞ്ഞത്? അതുമാത്രമല്ല, സ്വപ്ന സുരേഷ് എത്രയോ പേരുടെ കാര്യം പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പം ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചല്ലോ പല കാര്യത്തിൽ. അദ്ദേഹത്തെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? 2 ശശിമാർക്കെതിരെ, പി ശശിക്കെതിരെ, മറ്റേ ശശിയുടെ പേര് എനിക്കറിയില്ല, ഈ 2 ശശിമാർക്കെതിരെയും ലൈംഗിക ആരോപണങ്ങളുണ്ടായിരുന്നല്ലോ. അവരെ എന്താ അറസ്റ്റ് ചെയ്യാഞ്ഞത്? ഗോപി കോട്ടം മുറയ്ക്കൽ, അദ്ദേഹത്തെ എന്താ അറസ്റ്റ് ചെയ്യാഞ്ഞത്? എന്താണ് ഗണേശനെ, പത്തനാപുരത്തെ MLA ആയിരിക്കുന്ന ഗണേശനെ, അദ്ദേഹം തന്നെയാണല്ലോ മുഖമൊക്കെ ഇടിച്ച് ഒരു പരുവാക്കി അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരിക്കെ, യാമിനി തങ്കച്ചി ഉണ്ടായിരിക്കെ, വേറൊരു സ്ത്രീയുടെ അവിടെ ചെന്ന് അവരുടെ ഭർത്താവ് ഇടിച്ച് മുഖമൊക്കെ ചളുക്കി വെച്ചേക്കുന്നത് ആ ഫേസ്ബുക്കിൽ ഇദ്ദേഹം തന്നെയാണ് ഫോട്ടോ ഇട്ടത്, ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ പരസ്ത്രീ ബന്ധത്തിന് വേണ്ടി പോയ ഒരാളെ ഇവർ തന്നെയല്ലേ പിടിച്ച് മന്ത്രിയാക്കിയത്? ഇതൊക്കെ ശരിയാണോ ഇപ്പോഴത്തെ സർക്കാരിന്? തോമസ് ഐസക്കിനെതിരെ പരാതിയില്ലായിരുന്നു, അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണന്, ഇവരെല്ലാം ഈ ലൈംഗികമായിട്ടുള്ള അപവാദമേറ്റവരല്ലേ, പരാതികൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ആക്രമിക്കുന്നത് അത് ശരിയാണോ? അത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ. അതുമാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ തന്നെ മാസപ്പടി കേസിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ അന്വേഷണ ഏജൻസിയായ SFIO അവരുടെ അന്വേഷണം നടത്തി ഇതിനകത്ത് തെറ്റ് വന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയായിട്ടുള്ള ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് SFIO അന്വേഷണത്തിൽ കൂടെ കൊടുത്തതല്ലേ. അതുപോലെ സ്വർണ്ണക്കേസിൽ, ഗോൾഡ് കേസിൽ, സ്വർണം കടത്തിയ കേസ്, ഇതിനകത്തൊക്കെ ED അന്വേഷണവും CIB അന്വേഷണവും ഒക്കെ വന്നല്ലോ. അന്നൊന്നും ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിരിക്കുന്ന മുഹമ്മദ് റിയാസ്, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം 2015 ഡോക്ടർ സമീഹ എന്ന് പറയുന്ന സ്ത്രീയെ അദ്ദേഹം ഡിവോഴ്സ് ചെയ്തു. പക്ഷേ ആ മുൻ ഭാര്യ, അവർക്ക് ഒരുപാട് പരാതിയും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ ദേഹോദ്രവം ഏൽപ്പിച്ചു എന്നും സ്ത്രീധനം ചോദിച്ചു എന്നും മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരും കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും പരാതി വന്നില്ലേ. ഇദ്ദേഹത്തെ ആരും അറസ്റ്റ് ചെയ്തില്ലല്ലോ, മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. എത്രയോ പേർക്കെതിരെ പരാതിയുണ്ട്. അപ്പോൾ ഒരാൾക്കെതിരെ പരാതി കിട്ടുമ്പോൾ ഉടനെ പോയി രാത്രിയിൽ വീഡിയോയും കൊണ്ട് പോയി അങ്ങ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ മോശമല്ലേ. ഇനി കോൺഗ്രസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം മുരളീധരൻ, അദ്ദേഹമാണ് ചാവേർ. കാരണം ഇങ്ങനെയുള്ള പരാതി വരുമ്പോൾ 2 പേരാണ് മുമ്പോട്ട് പെട്ടെന്ന് വരുന്നത്, 3 പേര്. ഇപ്പോൾ ഉണ്ണിത്താൻ ഒന്നും ഒതുങ്ങിയിട്ടുണ്ട്. എറണാകുളത്തുള്ള VD സതീശൻ്റെ മകളെപ്പോലെ കാണുന്ന, അച്ഛനെ പോലെ VD സതീശനെ കാണുന്നതായ പുലൂര്, അവരാരാണെന്ന് എനിക്കറിയത്തില്ല. അവർ പാർട്ടി പ്രവർത്തകയാണോ, സാമൂഹിക പ്രവർത്തകയാണോ, ഇനി നടിയാണോ, അവരെന്തിനാ ഇങ്ങനെ വന്ന വാർത്താ സമ്മേളനം നടത്തുന്നത് എനിക്കറിയത്തില്ല. അവർ വന്ന് പറയുന്നത് ഇനി ഒരുപാട് പേര് വരാനുണ്ട്, അവരെല്ലാം വരണം, മുമ്പോട്ട് വരണം. അതേ ഇവർ തന്നെ ഇവർക്കെതിരെ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും അവർ പരാതി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അവരാണ് മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ മുമ്പോട്ട് വരണം, പരാതി കൊടുക്കണമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നാണ്? ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഈ രാഹുലിനെതിരെയുള്ള വിഷയം തുടങ്ങിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ല, MV ഗോവിന്ദനല്ല, DYFI അല്ല, ഇത് ഇടതുപക്ഷമല്ല തുടങ്ങിയത്. ഇത് തുടങ്ങിയത് പ്രതിപക്ഷ നേതാവിൽ നിന്നാണ്. കോൺഗ്രസിനകത്തുള്ള ശക്തരായ ഷാഫിയെയും രാഹുലിനെയും ശക്തമായിട്ട് വളർന്നു വരുന്ന ഇവർ മുഖ്യമന്ത്രിമാരാകും എന്ന് കേരളം മുഴുവൻ പറയാൻ തുടങ്ങിയപ്പോൾ അവരെ അസൂയോടുകൂടി അവരെ തകർക്കാൻ വേണ്ടിയുള്ള ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ട് വിട്ടു, രമേശ് ചെന്നിത്തല, മുരളീധരൻ, രാജ്മോഹൻ,
വി.ഡി. സതീശൻ തുടങ്ങിയതായ 60 കഴിഞ്ഞ ആളുകളുടെ ഒരു ശക്തമായ യങ് ജനറേഷനെ തകർക്കാനുള്ള ഒരു ആക്രമണമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഇടതുപക്ഷത്തിന് ഗുണമാണ്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൃപേഷിനെ പോലെ, ശരത് ലാലിനെ പോലെ, രാഹുലിനെ പോലെ, ഷാഫിയെ പോലെയുള്ളവർ വളർന്നു വരുന്നത് അവരുടെ പാർട്ടിക്ക് എന്നും ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് വലിച്ച് താഴോട്ടിട്ടാൽ അവരുടെ പാർട്ടിക്ക് നല്ലതാണ്. സിനിമയിൽ പണ്ട് ശങ്കരാടി പറഞ്ഞതിൻ്റെ കൂട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് കേസിലൊക്കെ പെടുത്തി ഈ ചെറുപ്പക്കാരെ അങ്ങ് ഒതുക്കി കളഞ്ഞില്ലേ നമ്മുടെ പാർട്ടിക്ക് ക്ഷീണമാണ് എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിലുള്ള കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് ഈ അറസ്റ്റ് ഫെയർ അല്ല. ഈ അറസ്റ്റ് ജാമ്യാപേക്ഷ കോടതി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും. പക്ഷേ അതുവരെ മാത്രം മീഡിയയ്ക്ക് കുറച്ച് സെലിബ്രേറ്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് റിപ്പോർട്ടർ ചാനൽ ഇത് മാത്രം സെലിബ്രേറ്റ് ചെയ്യാതെ ആ മരം കൊള്ള എവിടെ വരെ ആയി അതും കൂടെ പറയണം. പിന്നെ അവരുടെ തന്നെ റൂമിലിരുന്ന് ന്യൂസ് വായിച്ച അഞ്ജനയ്ക്കെതിരെ ഉണ്ടായ ആരോപണം എന്തായെന്നും കൂടെ അവർ പറയണം. അതുകൂടെ വാർത്തയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയണമല്ലോ. അരുൺകുമാറിൻ്റെ ന്യൂസ് കൂടെ പറയണം. പിന്നെ ഒരു കൂട്ടം അമ്മമാരും രാഹുലിൻ്റെ അമ്മ സഹിതം ഒരു കൂട്ടം അമ്മമാർ ഒരുപാട് പേര് ഇന്ന് കേരളത്തിൽ ദുഃഖിക്കുക. അത് നമ്മൾ ഈ കമൻറ്റുകളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ഇന്ന് ഒരു കൂട്ടർ സന്തോഷിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ കരഞ്ഞവരുമുണ്ട്, ആർത്ത് ചിരിച്ചവരുമുണ്ട്. അന്ന് പല പല കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും യേശുക്രിസ്തുവിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് കണ്ടിട്ടും ക്രൂശിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്തൊന്നും ഞാൻ രാഹുലിനെ കാണുകയല്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അത് കോടതിയാണ് പറയേണ്ടത്. പക്ഷേ ഇങ്ങനൊരു ചെറുപ്പക്കാരനെ ക്രൂശിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് നല്ലൊരു കാര്യമല്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ആളുകൾക്കെതിരെ എല്ലാ ആരോപണങ്ങളുണ്ടായപ്പോൾ വേടന സഹിതം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് മുൻതൂക്കം കാണിക്കാതെ അവരുടെ MLA-മാരെയും മന്ത്രിമാരെയും എല്ലാം പൊതിഞ്ഞു വെച്ച് ഇപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട CPM നേതാക്കൾ അവരിതുവരെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് പോകുമെന്നും പറഞ്ഞത് ആരോപണമല്ലേ വന്നുള്ളൂ, അല്ലെങ്കിൽ പരാതിയല്ലേ വന്നുള്ളൂ, കോടതി വിധി വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുകേഷിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് രാജിവെക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തുള്ള എൻ്റേതായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു. അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് ഒന്നാമത് ഈ അറസ്റ്റ് ഫെയർ അല്ല. രണ്ടാമത് ഇത് സമൂഹത്തോട് CPM-ന് സമൂഹം ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്ന ആളുകളെല്ലാം നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരാൾക്കെതിരെ മാത്രം ഇങ്ങനെ നീങ്ങുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അവർ മറുപടി പറയേണ്ടതാണ്. അത് മാത്രമല്ല, ഈ വി.ഡി. സതീശനിൽ നിന്നാണ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം മകളെപ്പോലെ സ്നേഹിക്കുന്നതായ ഒരു പെൺകുട്ടി പറഞ്ഞതായ ഒരു ആരോപണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഇന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു പരാതി പോലും ഇല്ലാതിരിക്കുകയാണ് ഞങ്ങൾ നടപടിയെടുത്തതെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് നല്ല ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ പരാതികൾ വന്നു കഴിഞ്ഞാൽ സീസറിൻ്റെ ഭാര്യ ആരോപണം പാടില്ല, ആരോപണ വിധേയമായിരിക്കണമെന്ന് പറയുന്ന പോലെ, സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറയുന്ന പോലെ കോൺഗ്രസ് പാർട്ടി വളരെ ഡീസൻ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയാണല്ലോ രാഹുലിനെ പുറത്താക്കിയത്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ദയവായിട്ട് രാജിവെക്കണം. കാരണം നിങ്ങൾക്കെതിരെ പുനർജനി കേസ് ശക്തമായിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോൾ യു കെയിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, UK ഞാൻ പോയിട്ടുണ്ട്, 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. UK വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പണം കളക്ട് ചെയ്യാനാണോ അവിടെ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ UK വിസ ആപ്ലിക്കേഷനിൽ നിങ്ങൾ എന്താണ് കൊടുത്തത്? നിങ്ങളവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കൊടുത്തു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ആർ യു കമ്മിങ് ഹിയർ ടു കളക്ട് ദ മണി ഫോർ ചാരിറ്റി ഓർ എനി അതർ കോസ്? യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ്റിൽ നിന്നുള്ളതായിട്ടുള്ള അതിൻ്റെ പേപ്പേഴ്സ് കൊടുക്കേണ്ടി വരും. വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിസിറ്റ് വിസ എന്നുകൊണ്ട് അവിടെ പോയി പണം കളക്ട് ചെയ്തതും UK എമിഗ്രേഷൻ നിയമം അനുസരിച്ച് തെറ്റാണെന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണ. കാരണം ഞാൻ തന്നെ ആ രാജ്യത്ത് പോയിട്ടുള്ളതായതുകൊണ്ട് ഈ ചോദ്യം ഫേസ് ചെയ്തിട്ടുള്ള ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെ എറണാകുളത്ത് തന്നെയുള്ളൊരു സ്ത്രീ വീഡിയോ കൂടെ പറയുന്നത് നമ്മൾ കേട്ടാണല്ലോ. അവർ മുമ്പും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ശക്തമായൊരു വീഡിയോയാണ്.
അവരുടെ ഭർത്താവിന് മദ്യം കൊടുത്തു, രാജേന്ദ്ര പ്രസാദും ഒക്കെ പറഞ്ഞ ആരോപണം അനുസരിച്ചാണെങ്കിൽ മദ്യം കൊടുത്തുവെന്നും, കൊടുത്തതിന് ശേഷം പല പ്രാവശ്യം ആ സ്ത്രീയെ, സ്വന്തം ഭർത്താവുള്ള ഒരു സ്ത്രീ, ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട്, അവർക്ക് ഭർത്താവുമുണ്ട്. അപ്പോൾ വഴിപിഴച്ച ഒരു ബന്ധം ഇദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് രാഹുലിനെ കുറ്റം പറയുന്നത്, എങ്ങനെയാണ് പുറത്താക്കുന്നത്? അപ്പോൾ അദ്ദേഹം മാറി നിൽക്കേണ്ടതല്ലേ? സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കേണ്ടതല്ലേ? പിന്നെ ബഹുമാനപ്പെട്ട മുരളീധരനോടും ഉണ്ണിത്താനോടൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ നാവെടുത്ത് മിണ്ടരുത്. സമൂഹം നിങ്ങളെ അതിൻ്റെ താഴെ പറയുന്ന കമൻറ്റ് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ദയവ് ചെയ്ത് രാഹുലിനെതിരെ സംസാരിക്കാൻ പോകരുത്. അത് കോൺഗ്രസ്സിന് ദോഷമാണ്. കോൺഗ്രസ്സിന് മാത്രമല്ല, നിങ്ങളെയും ജനം വെറുക്കുകയാണ്. കാരണം മുരളീധരനെതിരെ ആരോപണം ഉന്നയിച്ചത്, ലൈംഗികമായ ആരോപണം ഉന്നയിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അത് വീഡിയോയിൽ കിടപ്പുണ്ട്. അദ്ദേഹം ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഉണ്ണിത്താനെതിരെ എന്താ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്, പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തത് ആ വിഷയത്തിൽ മിണ്ടരുത്. കോൺഗ്രസ്സിൽ PJ കുര്യൻ തൊട്ട് ഉണ്ണിത്താന്, മുരളീധരന്, എൽദോസ്, വിൻസെൻ്റ്, ഇവർക്കെതിരെ എല്ലാം ആരോപണങ്ങളുണ്ട്. അവരെല്ലാം കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ച് അവരിപ്പോൾ ഇലക്ഷൻ അവരെല്ലാം നിൽക്കാൻ പോവുക. രാഹുൽ മാത്രം നിൽക്കേണ്ട, ഇലക്ഷന് വേണ്ട, അദ്ദേഹം കോൺഗ്രസ്സിലില്ല, ഇലക്ഷൻ നിൽക്കേണ്ട, ഇനി ഒരിക്കലും തിരിച്ചെടുക്കത്തില്ല, ആ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഇതെന്തൊരു നീതിയാണ് കോൺഗ്രസ്? സത്യത്തിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ കഷ്ടമാണ്. പക്ഷേ രാഹുലിന് ഒരു 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 സന്ദേശം എനിക്ക് പറയാനുള്ളത്, രാഹുലിന് ഓട് സ്നേഹമുള്ള, അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതൊരു ഒരു ഒരു ഗുഡ് ന്യൂസായിട്ട് പറയുകയാണ്. ദിസ് ഈസ് ദ ഗുഡ് ന്യൂസ്. ഞാൻ പറയാം. ഞാനിവിടെ ഇപ്പം ടെന്നസിയിൽ കഴിഞ്ഞ വർഷം ഞാൻ വോട്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട US-ൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡൊണാൾഡ് ട്രംപ്, നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിനെതിരെ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് 2003, 2004 കാലയളവിൽ എത്ര കേസുകളായിരുന്നറിയാമോ? ഞാൻ TV-യിൽ ഫോക്സ് ന്യൂസിലൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്നിട്ടില്ല, ശ്രദ്ധിക്കുക. അദ്ദേഹത്തെ അറസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രൊസീജിയറാണ്. പോലീസിൻ്റെ മുമ്പാകെ ചെല്ലുന്നു, ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചത് അദ്ദേഹം ഇനി ഒരിക്കലും ഈ പ്രസിഡൻ്റ് ആവത്തില്ലായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്തിന്? ബിൽ ക്ലിൻ്റൻ്റെ വിഷയം നമുക്കറിയാമല്ലോ. ബിൽ ക്ലിൻ്റൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഉണ്ടായ വിഷയം നമുക്കെല്ലാവർക്കും ന്യൂസിൽ വന്ന, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീയുമായിട്ട്, അവരുമായിട്ടുള്ള ആ ബന്ധം കറക്റ്റാണ്. അത് പക്ഷേ അദ്ദേഹം നിഷേധിച്ചു എന്നുള്ളതാണ് തെറ്റ്. അദ്ദേഹം നിഷേധിച്ചു, അങ്ങനെ ഉണ്ടായില്ലെന്ന് പറഞ്ഞാണ്. കാരണം ഇവിടെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ അത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ക്ഷമിക്കുന്നവരാണ്. അദ്ദേഹം ആദ്യം അതിനെ നിഷേധിച്ചതാണ് ജനത്തിനൊരു വലിയ എതിർപ്പാട്ടുമാണ്. പിന്നീട് അദ്ദേഹം ക്ഷമ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വൈഫ് വരെ അത് ക്ഷമിച്ചു. ഹിലരി ക്ലിൻ്റനും അത് ക്ഷമിച്ചു. പ്രസിഡൻ്റായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ തെറ്റ് ആർക്കും പറ്റാം. ആ തെറ്റ് തിരുത്തി രാഹുൽ മുമ്പോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ഈ ഡൊണാൾഡ് ട്രംപിനെതിരെ ഇത്രയും പരാതികളെല്ലാം ഉണ്ടായിട്ട്, എത്രയോ കേസുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ബട്ട് ആ കേസുകളെല്ലാം നിലനിൽക്കുമ്പോൾ അദ്ദേഹം അതിനെ ഫേസ് ചെയ്തു. പോലീസിൻ്റെ മുമ്പാകെ പോയി, അദ്ദേഹം ഫിംഗർ പ്രിൻ്റ് എടുത്തു, അദ്ദേഹം ഫോട്ടോ എടുത്തു, അദ്ദേഹം കോടതികളിൽ പോയി. ഒരു കോടതിയാണെങ്കിൽ തെറ്റുകാരനാണെന്ന് വിധിക്ക് വരെ ചെയ്തു. എന്നിട്ടും അദ്ദേഹം അപ്പീൽ കോടതിയിലേക്ക് പോയി. ഇന്ന് അദ്ദേഹം ഹി ഈസ് ദ പ്രസിഡൻറ്റ്, എ സ്ട്രോങ് പ്രസിഡൻറ്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്? കംപ്ലൈൻറ്റ് ഈസ് നോട്ട് എ കൺവിക്ഷൻ. ആരോപണം, പിന്നെ ഒരു കോടതി, കീഴ്ക്കോടതി കുറ്റക്കാരെന്ന് വിധിച്ചാൽ പോലും ഹയർ കോർട്ട്സ് ഉണ്ട്, ഹൈക്കോടതിയും സുപ്രീം കോർട്ട് വരെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല. നമ്മൾ കേട്ടിടത്തോളം ഇത് ഒരു പരസ്പര സമ്മതത്തോടുകൂടി ഒരു റിലേഷൻഷിപ്പായിരുന്ന ഈ ചാറ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു സന്യാസിയും പള്ളിയിലച്ഛനും ഒന്നുമല്ല. അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണ്. വിചാരങ്ങളുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഹീ ഈസ് നോട്ട് മാരീഡ്. സതീശനെ പോലെ കല്യാണം കഴിച്ച ഒരാളല്ല.
അപ്പോൾ അദ്ദേഹം റിലേഷൻഷിപ്പിന് ശ്രമിച്ചു കാണും. അതൊക്കെ എന്തൊക്കെയായിരുന്നു ഇവർ തമ്മിലുള്ള സംസാരം, അപ്രോച്ച്, കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി മാനിച്ചുകൊണ്ട് രണ്ടുപേര് തമ്മിലുള്ള കോൺസെപ്ച്വൽ റിലേഷൻഷിപ്പ്, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതങ്ങനെ പോയതിന് ശേഷം ഒരാളെ മാത്രം കുറ്റക്കാരനായിട്ട് വിധിക്കുന്നത് ശരിയല്ല എന്നുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആ ഒരു വിധി മാനിച്ചുകൊണ്ട് ഒരു ഫെയറായിട്ടുള്ള ഒരു കൺസിഡറേഷൻ അദ്ദേഹത്തിനും കൊടുക്കണം, കോടതി വിധിക്കുന്നത് വരെ കൊടുക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു നിലപാട്. NRE എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഞാൻ വളരെ ചിന്തിച്ച് ന്യായമായിട്ട് പറയുന്ന ഒരു അപ്രോച്ചാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.